തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് LDF മുന്നണിക്കുള്ളിൽ പോരുകൾ മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ, സീറ്റിനെ ചൊല്ലി തമ്മിൽ തല്ലുകൾ, രാജിവെക്കൽ അങ്ങനെ നീളുന്നു. ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ഇതാണ്. കൊല്ലത്ത് 4 വാർഡുകളിലാണ് CPM-ഉം CPI-യും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നത്. കൊറ്റങ്കര, ഇളമ്പള്ളൂർ, പേരയം എന്നീ പഞ്ചായത്തുകളിലാണ് CPM-ഉം CPI-യും തമ്മിൽ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഇടച്ചിലുകൾ മുന്നണിക്കുള്ളിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ നടക്കുന്നുണ്ടെന്ന് ഏതാണ്ടൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പലരും ജില്ലാ നേതൃത്വത്തിനോടിടഞ്ഞ് CPI-യിൽ നിന്നും രാജിവെച്ചതിനു ശേഷം CPM-ൽ ചേർന്നു. ഇങ്ങനെ തമ്മിൽ പോരുമുറുക്കി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമാകും. എന്നാൽ മറ്റു ചിലയിടത്ത് ഇതിനേക്കാൾ രൂക്ഷമാണ് കാര്യങ്ങൾ. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാർഡിൽ LDF-ന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് പാർട്ടിയിലെ തന്നെ പ്രവർത്തകനായ മെൽവിൻ ഡേവിഡാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മെൽവിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ബന്ധമുള്ള ആൾക്ക് സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് ഡേവിഡ് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങുന്നത്. സത്യത്തിൽ ഇടതുപക്ഷത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന LDF-ൽ സ്ഥാനങ്ങളുടെ പേരിൽ പോരുമുറുകുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തമ്മിൽ തല്ലുപിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? അതേസമയം കഴിഞ്ഞ ദിവസം പിണറായി ഗ്രാമപഞ്ചായത്തിൽ CPI തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ CPM-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റുകയുണ്ടായി. പാർട്ടിക്ക് അനുവദിച്ച 20-ാം വാർഡ് പിണറായി വെസ്റ്റിൽ പാറപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗത്തെയാണ് CPI സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥാനാർത്ഥി CPM വിമർശകനായതിനാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രാദേശിക CPM പ്രവർത്തകർ നിലപാടെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്. എന്നാൽ പയ്യന്നൂരിലാകട്ടെ പാർട്ടി തീരുമാനിച്ച LDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ ബ്രാഞ്ച് സെക്രട്ടറിയെ CPM പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും അത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരാണെങ്കിൽ പോലും ഒരു മുഖവരിയുമില്ലാതെ നടപടിയെടുക്കുന്ന രീതിയാണ് LDF-ന്റേതെന്ന് ഇതിലൂടെ വ്യക്തമായി. കൂടാതെ LDF എന്ന മുന്നണിയിലെ പാർട്ടികളായ CPM-ഉം CPI-യും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മുന്നണിയിലെ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെ എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകും? ഇതിലും നല്ലത് കോൺഗ്രസിന്റെ ഭരണം തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കോൺഗ്രസിൽ ഐക്യമില്ല എന്ന് പറയുന്നത് വാർത്താ ചാനലുകളുടെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ശരിക്കും കോൺഗ്രസിനേക്കാൾ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നത് LDF-ലാണെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്.